ഹലോ. നമ്മൾ കുറച്ച് ദിവസമായി വീഡിയോ ഒക്കെ ഇട്ടിട്ട് കുറച്ച് തിരക്കിലായിരുന്നു നമ്മൾ. അപ്പം നമ്മളുടെ ബർത്ത്ഡേയുടെ ആ ഒരു വ്ലോഗ് പെൻഡിങ്ങിൽ നിൽക്കുവാണ്. അത് എഡിറ്റ് ചെയ്യാനായിട്ടുള്ള സമയം എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പം പെട്ടെന്ന് തന്നെ ഞാനത് അപ്ലോഡ് ചെയ്യാം കേട്ടോ. ഇപ്പം നമ്മളുടെ തിരക്കിൽ നിന്നൊക്കെ മാറി ഒരു ഇച്ചിരി ടൈം നമുക്ക് വേണ്ടി എടുത്തേക്കുവാണ്. ചുമ്മാ ഒന്ന് ഇപ്പോൾ ഒരു 7:30 ഒക്കെ കഴിഞ്ഞു. അപ്പോൾ നമ്മളൊന്ന് വെറുതെ ഒന്ന് പുറത്തു പോകാൻ വേണ്ടിയിട്ട് ഞാനും ആശിഷും കൂടി ഇറങ്ങിയേക്കുവാണ്. ചുമ്മാ ഒന്ന് നൈറ്റ് ഡ്രൈവ് എന്നൊക്കെ പറയാം അല്ലേ. ഇന്ന് അത്യാവശ്യം ട്രാഫിക്കുള്ള ദിവസമാണ്. കാരണം ഇന്ന് ഹോളിഡേ ആണ്, October 2 ആണ്. അപ്പോൾ അത്യാവശ്യം ട്രാഫിക് ഉണ്ട്. എനിക്ക് തോന്നുന്നു എല്ലാവരും പുറത്തേക്കൊക്കെ പോകാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ കലൂരെത്തി. കലൂർ മെട്രോ സ്റ്റേഷൻ്റെ അവിടെയാണ് ഇപ്പോൾ നമ്മളുള്ളത്. അങ്ങനെ കുറച്ചങ്ങ് ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് എളമക്കര പൊറ്റക്കുഴി പള്ളിയിൽ പെരുന്നാളുണ്ടെന്ന് ആശിഷ് പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് വണ്ടി തിരിച്ചു. കുറച്ചങ്ങ് പോയി കഴിഞ്ഞപ്പോൾ വഴിയിൽ നിറച്ചും ലൈറ്റ്സൊക്കെ ഇട്ട് നല്ല ഭംഗിയായിരുന്നു കേട്ടോ കാണാനായിട്ട്. ഇത് നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും. ഫുൾ ലൈറ്റ്സാണ്, നല്ല ഭംഗിയായിരുന്നു. അപ്പം ഞങ്ങൾ ആ ലൈറ്റ്സിൻ്റെ അവിടെയൊക്കെ കുറച്ച് നേരം വണ്ടിയൊക്കെ ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് അതൊക്കെ കണ്ട് എന്നിട്ടാണ് പിന്നെ നമ്മളുടെ ഡെസ്റ്റിനേഷനിലേക്ക് പോകുന്നത്. കണ്ടോ, നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും. നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ പള്ളിയിൽ. അങ്ങനെ പോയപ്പോഴാണ് ഞങ്ങൾക്ക് 2 പേർക്കും നല്ലപോലെ ദാഹിച്ചത്. ഞങ്ങൾ അതുകൊണ്ട് അവിടെ നിന്ന് ബെസ്റ്റ് ബേക്കറി കയറി കേട്ടോ. ബെസ്റ്റ് ബേക്കറിയിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. കുടിക്കാനും കഴിക്കാനും ചെറിയ സ്നാക്സായിട്ട് വാങ്ങിച്ചു. ഇപ്പോൾ ഞങ്ങൾ ലുലു കഴിഞ്ഞു. ലുലുവിൻ്റെ അവിടെ എല്ലാ ദിവസവും കാണുന്ന പോലെ തന്നെ നല്ല തിരക്കാണ്. നമ്മൾ ബെസ്റ്റ് ബേക്കറി കയറിയിട്ട് ഞാനൊരു കാവിൻസ് വാങ്ങിച്ചു, വാനില ഫ്ലേവറിൻ്റെ. ആശിഷ് ഒരു വിങ്ക് ആൻഡ് കൗ ബ്രിട്ടാനിയയുടെ വാങ്ങിച്ചു, അതും വാനില ഫ്ലേവറാണ്. പിന്നെ ഞാനൊരു കായ്ഫല വാങ്ങിച്ചു. അപ്പോൾ നമ്മളുടെ സ്ഥലത്തെത്താറായേ, കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ട്. നമ്മളപ്പോൾ എങ്ങോട്ടാണ് പോകുന്നതെന്നുള്ളത് നിങ്ങൾക്കൊരു ഇച്ചിരി ഒരു ക്ലൂ കിട്ടിയിട്ടുണ്ടാകും. നമ്മൾ എയർപോർട്ടിൻ്റെ ആ ഒരു സൈഡിലേക്ക് തന്നെയാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ഈ ഒരു ഡ്രൈവ് ഞങ്ങൾക്ക് ഭയങ്കര സ്പെഷ്യലായിട്ടുള്ളതാണ്. അതെന്താണെന്നുള്ളത് ഞങ്ങൾ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങൾക്ക് 2 പേർക്കും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്പോട്ടിലേക്കാണ്. അതെന്തുകൊണ്ടാണ് അത് അത്രയും ഇമ്പോർട്ടൻ്റ് ആയത്, അത്രയും സ്പെഷ്യലായി എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഈ റോഡിൽ കൂടെ നിങ്ങൾ ആരെങ്കിലും വന്നിട്ടുണ്ടോ? നമ്മളിത് ഇപ്പോൾ ഈ റോഡിൽ കയറി കഴിഞ്ഞപ്പോൾ സൈഡിൽ ട്രെയിൻ പോകുന്നുണ്ടേ. ഇപ്പുറത്തെ സൈഡിൽ എയർപോർട്ടാണ് കേട്ടോ. അവിടെ പ്ലെയിനൊക്കെ നമുക്കിവിടെ നിന്ന് കഴിഞ്ഞാൽ കാണാൻ പറ്റും. കുഞ്ഞു കുട്ടികളെയൊക്കെ ഇവിടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര ഒരു എക്സൈറ്റ്മെൻ്റ് ആയിരിക്കും. കാരണം ഇപ്പുറത്തെ കൂടെ ട്രെയിനും പോവും, അപ്പുറത്ത് അവർക്ക് പ്ലെയിൻ കാണാൻ പറ്റും. നല്ല രസമാണ് ഇവിടെ ഇരിക്കാനായിട്ട്. ഇവിടെ കുറേ പേരുണ്ട് കേട്ടോ, നമ്മളെപ്പോലെ കുറേ പേര് ഇവിടെ വന്നിട്ടുണ്ട്. ഫാമിലീസ് ആയിരിക്കും കേട്ടോ ഇവിടെ കൂടുതലുള്ളത്. കുട്ടികളുടെ പേരൻസ് ഇങ്ങനെ ആ കൊച്ചുങ്ങളെ പ്ലെയിൻ കാണിക്കാൻ വേണ്ടി കൊണ്ടുവന്നേക്കാണ്. അവർ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് അങ്ങോട്ട് നോക്കിക്കൊണ്ടിരിക്കുവോ. ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അവിടെ റൺവേ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടെ എത്തി. നമ്മളുടെ
ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മൾ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് എന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞായിരുന്നു. എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞതെന്നുള്ളത് നമുക്ക് പറയാം. ഞങ്ങളിപ്പോൾ ഉള്ളത് നെടുമ്പാശ്ശേരി എയർപോർട്ടിൻ്റെ സൈഡിലാണ്, പുറകിൽ ബാക്ക് സൈഡിൽ ഒരു റോഡുണ്ട്. അവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് റൺവേ ഒക്കെ കാണാൻ പറ്റും. പിന്നെ ഇപ്പുറത്ത് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ട്രെയിൻ പോകും. അപ്പോൾ പിള്ളേരൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ നല്ല രസമാണ്. അവർക്ക് സെയിം ടൈം പ്ലെയിൻ ഇവിടെ നിന്ന് പോകുന്നതും കാണാൻ പറ്റും, സൈഡിൽ കൂടെ ട്രെയിൻ പോകുന്നതും കാണാം. നല്ല രസമാണ്. ഇവിടെ സൈലൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. ഇപ്പോൾ കുറച്ച് തിരക്കുണ്ട്. എനിക്ക് തോന്നുന്നു അവിടെ ഒരു അമ്പലമുണ്ട്, അമ്പലത്തിൽ എന്തോ പരിപാടി നടക്കുക. ഓക്കെ, അപ്പോൾ എന്തുകൊണ്ടാണ്, നമ്മുടെ കാര്യത്തിലേക്ക് വരാം, എന്തുകൊണ്ടാണ് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ഞങ്ങൾക്ക് ഈ നെടുമ്പാശ്ശേരി എയർപോർട്ടിൻ്റെ ബാക്ക് സൈഡിലുള്ള റോഡ് എന്ന് പറഞ്ഞതെന്ന് പറയാം. അതെന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ കല്യാണത്തിന് മുന്നേ ഞങ്ങൾ ഫസ്റ്റ് മീറ്റ് ചെയ്യുന്നത്, ഞങ്ങളുടെ ഫസ്റ്റ് ഡേറ്റ് എന്ന് പറയാം അല്ലേ, അത് ഇവിടെ വെച്ചാണ്. ഞങ്ങൾ അവിടെ നിന്ന് നമ്മളുടെ വീട്ടിൽ നിന്ന് ആശിഷ് പിക്ക് ചെയ്തു. ആ പിക്ക് ചെയ്യുന്നതിന് മുന്നേ കുറച്ച് ഇതൊക്കെ ഉണ്ട് അല്ലേ, നമ്മള് പെണ്ണ് കണ്ട് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾക്ക് തനിയെ സംസാരിക്കാനായിട്ടുള്ള ഒരു ചാൻസ് വേണമല്ലോ, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് സംസാരിക്കണമല്ലോ, പേരൻസ് ഇല്ലാണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾക്കൊരു ഡേ ഞങ്ങളുടെ പേരൻസ് തന്നു. ഈ സമയത്ത് തന്നെ ഞങ്ങളിവിടെ വന്നത്. അതെ, ഈ സമയത്ത് തന്നെ ലേറ്റ് ആയിരുന്നു. കാരണം വർക്കൊക്കെ കഴിഞ്ഞു വന്നു കഴിഞ്ഞപ്പോൾ കുറച്ച് ലേറ്റായി. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് എറണാകുളത്ത് നിന്ന് വന്നു. എങ്ങോട്ടാണ് പോകേണ്ടതെന്നൊന്നും അറിഞ്ഞൂടെ, ചുമ്മാ ആശിഷ് ഇങ്ങനെ വണ്ടിയൊക്കെ ഓടിച്ച് സംസാരിച്ചുകൊണ്ടൊക്കെ ഇങ്ങനെ ഞങ്ങൾ പോവായിരുന്നു. അപ്പോഴാണ് പെട്ടെന്ന് ആശിഷ് എന്നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നത്. അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്നു. ഫ്ലൈറ്റ് പോണതൊക്കെ കണ്ടു. അതെ, ഫ്ലൈറ്റ് പോണതൊക്കെ കണ്ടു. ഫ്ലൈറ്റ് എണ്ണി ഞങ്ങള് നിന്ന്. അത് കഴിഞ്ഞപ്പോൾ നമ്മള് ഇവിടെ നിന്നൊന്ന് ചുമ്മാ നടക്കാന്നൊക്കെ വിചാരിച്ചു. അങ്ങനെ ഇവിടെ നിന്ന് ഞങ്ങൾ നടന്ന് ഞങ്ങൾ അത്യാവശ്യം ഞങ്ങൾ കുറച്ച് ദൂരം പോയി. നടന്നാ പോകുന്നത്. കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ആദ്യമായിട്ടാണ് മീറ്റ് ചെയ്യണത്. കുറേ കഥകളൊക്കെ പറഞ്ഞ് സംസാരിച്ച് നല്ല രസമായിരുന്നു. ആ ഒരു പ്രഷ്യസ് ആയിട്ടുള്ള ഒരു സംഭവം നടന്നത് ഇവിടെ വെച്ചിട്ടാണ്, ഈ വഴിയിൽ വെച്ചിട്ടാണ്. ഞങ്ങൾ ഫസ്റ്റായിട്ട് ഞങ്ങൾ രണ്ടുപേരും മാത്രമായിട്ട് മീറ്റ് ചെയ്ത ഒരു സ്പോട്ടാണ് ഇവിടെ. അത് ഞങ്ങൾക്ക് ഭയങ്കര പ്രഷ്യസ് ആയിട്ടുള്ള ഒരു മൊമെൻ്റാണ്. അപ്പോൾ ആ സ്ഥലത്തേക്ക് തന്നെ നമ്മൾ ഇന്നുകൂടി വൈകുന്നേരമായപ്പോഴത്തേക്ക് ഇങ്ങോട്ട് ഇറങ്ങിയതാണ്. അപ്പം നമ്മളിവിടെ ഒരു 1 hour സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചു പോവാണ്. ഇപ്പോൾ ഇവിടെ അത്യാവശ്യം തിരക്കൊക്കെ കുറഞ്ഞു കേട്ടോ. നമ്മൾ വന്ന ടൈമിൽ നല്ലോണം വണ്ടിയൊക്കെ ഉണ്ടായിരുന്നു. ഈ 2 സൈഡിലും വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ടേക്കുമായിരുന്നു. ഇന്ന് എനിക്ക് തോന്നുന്നു ഇന്ന് ഹോളിഡേ ആയതുകൊണ്ടായിരിക്കാം ഇത്രയും ഇവിടെ തിരക്ക് വന്നേക്കുന്നത്. അല്ലാതെ ഇട ദിവസങ്ങളിലൊന്നും ഇവിടെ ഇത്ര തിരക്കില്ല കേട്ടോ. അങ്ങനെ നമ്മളിപ്പോൾ കളമശ്ശേരി എത്തി. നമ്മളിതിൻ്റെ ഇടയ്ക്കൊന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നിർത്തിയായിരുന്നു. പക്ഷെ എനിക്കത് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല, അവിടെ നല്ല തിരക്കായിരുന്നു. അപ്പൊ നമുക്ക് നമ്മുടെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്താലോ? ചെയ്യാം. ഓക്കെ, അപ്പൊ ഞങ്ങള് ഇനി നേരെ വീട്ടിലേക്കാണ്. അപ്പൊ എല്ലാവർക്കും ഗുഡ് നൈറ്റ്, ബൈ.